ഘോഷിക്കുന്ന ഒരു സുദിനമാണല്ലോ ഇന്ന്. അന്തരിച്ചു പോയ ഒരമ്മ. ഈ അമ്മ എല്ലാവർക്കും അമ്മയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ 2 അമ്മമാരെ കുറിച്ചാണ് ശ്രദ്ധേയമായ വർണ്ണനകൾ ഉള്ളത്. ഒന്ന്, ബൈബിൾ ആരംഭിക്കുന്ന ഭാഗത്ത് ഒരമ്മ, പേര് ഈവ് എന്നോ ഹവ്വ എന്നൊക്കെ പറയും. പുതിയ നിയമത്തിൽ 2ാമതൊരമ്മ, അതാണ് വിശുദ്ധ മറിയ. ഈ 2 അമ്മമാർ മനുഷ്യ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളവരാണ്. ഒന്നാമത്തെ അമ്മ മനുഷ്യജാതിയുടെ എല്ലാം മാതാവ് എന്ന് ബൈബിൾ തന്നെ സാക്ഷിച്ചിരിക്കുന്നു, ഹവ്വ. അപ്പം 2ാമത്തെ അമ്മയോ പുതിയ മനുഷ്യജാതിയുടെ അമ്മ. പുതിയ സൃഷ്ടി എന്നൊരു പദം ഇന്ന് തക്സായിൽ കുർബാനയ്ക്ക് കേട്ട് കാണും. പുതിയ സൃഷ്ടിയിൽ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ ആദ്യം ഒരു സൃഷ്ടി നടന്നു, 2ാമത് ഒരു സൃഷ്ടി നടക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനാനന്തരം. ഇതിൽ 2 അമ്മമാർക്ക് സ്വാധീനമുണ്ട്. ഇത് 2 പേരും തമ്മിൽ സാമ്യവും അതിനേക്കാൾ കൂടുതൽ വ്യത്യാസങ്ങളുമുണ്ട്. 2 അമ്മമാരുടെയും മുമ്പിൽ ഉണ്ടായിരുന്ന വെല്ലുവിളി യെസ് എന്ന് പറയണോ നോ എന്ന് പറയണോ? ഇത് പലരുടെ മുമ്പിൽ അതാണല്ലോ വെല്ലുവിളി. അപ്പോൾ ആദ്യത്തെ അമ്മ നോ പറയേണ്ട സ്ഥാനത്ത് യെസ്. 2ാമത്തെ അമ്മ ഒന്നും ആലോചിച്ചില്ല, യെസ് എന്ന് തന്നെ പറഞ്ഞു. മനുഷ്യരായ നമ്മുടെ മുമ്പിൽ പല ഓപ്ഷൻസ് വരും എല്ലാ ദിവസവും. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ, പഠിക്കുന്ന കോമ്പിനേഷൻസ് അല്ലെങ്കിൽ സബ്ജക്ട്സ് തിരഞ്ഞെടുക്കുന്നതിൽ, ജോലി തിരഞ്ഞെടുക്കുന്നതിൽ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടെ ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ വരും. അത് സ്വാഭാവികമാണ്. അതിൽ നിന്ന് ഏറ്റവും ഉത്തമം എന്ന് തോന്നുന്നതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് പരപ്രേരണ കൂടാതെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയോടെ തിരഞ്ഞെടുക്കുമെങ്കിൽ അതിൻ്റെ പേരാണ് ഫ്രീഡം. നമ്മുടെ മുമ്പിൽ നല്ലതും ചീത്തയും ഒക്കെ കാണും. പ്രഥമ ദർശനത്തിൽ ആകർഷണീയമായി കാണുന്ന പലതും കുറേ കഴിയുമ്പോൾ മുള്ളുപോലെ ഇരിക്കും. അപ്പോൾ ഏത് തിരഞ്ഞെടുക്കുന്നോ അത് നമ്മുടെ ജീവിതത്തെ കാര്യമായി പിടിച്ചുലയ്ക്കും. ഈ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെ നിന്ന് കിട്ടി? ദൈവം സൃഷ്ടിച്ചവൻ തന്നതാണ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അത് ഫ്രീഡം ഓഫ് ദ വിൽ എന്നൊക്കെ പറയും. ഇച്ഛാശക്തി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് മനുഷ്യന് തുടക്കം മുതലേ കൊടുത്തതാണ്. അത് ഉപയോഗിച്ച് നല്ലതോ നല്ലതല്ലാത്തതോ ഒക്കെ തിരഞ്ഞെടുക്കാം. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ കൺഫ്യൂഷൻ, സാറന്മാർക്കും അതേ തന്നെ. ഏതെണ്ണവട്ടത്തിൻ്റെ നടുവിൽ എന്തിനാണ് ഈ നന്മതിന്മകൾ കുഴപ്പമുണ്ടാക്കുന്ന ഒരു മരം? അതവിടെ കൊണ്ട് നട്ടത് എന്തിനാണ്? അതില്ലായിരുന്നു ഈ കുഴപ്പമല്ലോ ഉണ്ടാകുമോ? പിള്ളേർ ചോദിക്കുന്ന ചോദ്യമാണ്. സാറന്മാർക്ക് മറുപടി അറിയാൻ വയ്യ, നമുക്ക് ആർക്കും അറിയാൻ വയ്യ. എന്നാൽ അത് ഈ ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവർ, ആദാം ഹവ്വയൊക്കെ കേട്ടവരാണ്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെയോ അങ്ങനെയോ ആകാൻ, തിരഞ്ഞെടുക്കാൻ. അതിൽ ഒരു മിന്നൽ പുണര് പോലെ ഉള്ളതാണ്. ഒരു നിമിഷം പോലും ദൈവത്തെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഒക്കുകയില്ല. ഇരിക്കുന്ന ആളിന് മുഖം കാണാൻ വയ്യ. ഒരു ക്ലാസ് ആണെങ്കിൽ വിദ്യാർത്ഥികളുടെ മുഖം കാണില്ല, ഇങ്ങോട്ട് നീങ്ങിയിരിക്കാൻ. ആ നിരങ്ങാതെ അങ്ങോട്ട് മാറിയിരിക്കുന്നത്.
ചേട്ടന്മാരുടെ അടുത്തിരുന്നോ. ഇവിടെ ഒരാൾ അത് പിന്നെ റെസ്റ്റ് എടുക്കുക എന്ന് തോന്നുന്നു. ഇത് നമ്മൾ മറക്കരുത്. പട്ടം പറക്കുന്ന കണ്ടുകൊണ്ടോ? പട്ടം കൈറ്റ് ഫ്ലൈയിങ് എന്ന് പറയും. KITE. കേരളത്തിൽ അധികമില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ധാരാളം കാണും. അതിങ്ങനെ ആകാശത്തിൽ പാറി പറക്കുന്നു, മേഘങ്ങളോളം എത്തുന്നെന്ന് തോന്നും. അതങ്ങനെ പോകണമെങ്കിൽ കാറ്റടിക്കണം. കാറ്റനുസരിച്ച് ഈ പട്ടം അനങ്ങണം, അല്ലെ പറക്കണം. ഇത്രയും മാത്രം മതിയോ? താഴെ എന്നൊരു പയ്യൻ ഇങ്ങനെ ടക്ക് ചെയ്യണം, എന്നാലേ അതിന് ജീവനുണ്ടാകും. എന്നാൽ ഈ പട്ടം അഹങ്കരിച്ചുകൊണ്ട് അവൻ എന്നെ അറിയാൻ വെറുതെ ചെറുക്കൻ, അവൻ ഈ മേളത്തെ കാര്യമില്ല, അവൻ ഈ ഭൂമിയിലെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് അത് മുറിച്ചു വിട്ടാൽ ഈ പട്ടത്തിൻ്റെ ഗതി എന്താകും? ഏറെ ചിന്തനീയമാണ്. ഇത് മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ളൊരു ലളിതമായ പാഠമാണല്ലോ. ഈ പട്ടത്തെ എവിടെ വേണേയും പാറി പറഞ്ഞ് നടക്കാം. എന്നാൽ അതിന് ഒരു ചെറിയ നൂൽ ഉണ്ട്, നിയന്ത്രണത്തിൻ്റെ നൂൽ. അത് മുറിച്ച് വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പിന്നെ എവിടെ ഈ പട്ടം പോയി വീഴുന്നെന്നുള്ളത് പട്ടത്തിന് പോലും അറിയാനൊക്കത്തില്ല ഏത് കുഴിയിലാണ്. അപ്പോൾ ഒരു നിമിഷം പോലും ഈശ്വര ബന്ധം കൂടെ ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാനൊക്കത്തില്ല. അങ്ങനെ അത് ആകാമെന്ന് വിചാരിച്ച യാദാവിന് പറ്റിയ സംഭവം തന്നെയായി. പിന്നെ പറയുന്നത്, അയ്യോ ഞാനല്ല അവളായിരുന്നു, ആനല്ല മറ്റവനായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ യാദാവിനെ കുറിച്ച് പറയും, ആദാം തൻ്റെ കുറ്റം മൂടി വെച്ചു. വായിച്ചിട്ടുണ്ടോ? ആദാം തൻ്റെ കുറ്റം മറച്ചു വെച്ചു. ഒരു താലന്ത് കിട്ടിയവൻ മണ്ണിനടിയിൽ കുഴിച്ചു വെച്ചെന്ന് പറയുന്ന പോലെ മറച്ചു വെച്ചു. പറഞ്ഞില്ല, അയ്യോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, പൊറുക്കണേ എന്ന് അങ്ങേർക്ക് പറയാൻ തോന്നിയില്ല. നമുക്ക് ചിലപ്പോൾ തോന്നുകയില്ല. അപ്പം ഈ സത്യം ഒന്നാമത്തെ അമ്മ ആണ് ആദ്യം പോയി കൽപ്പന ലംഘനം, പഴമെന്നുള്ളതൊക്കെ അങ്ങ് മറന്നു കളാം, കൽപ്പന ലംഘിച്ചതാണ്. രണ്ടാമത്തെ അമ്മ അനുസരിച്ചയാളാണല്ലോ. എന്നാൽ അതിനിടയിൽ ഒരു സംവാദം ആകാമായിരുന്നു. പാമ്പ് വന്ന് വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഹവ്വ ഉത്തരവാദിത്തമുള്ള ഒരു ഭാര്യയായിരുന്നെങ്കിൽ കെട്ടിയവനിടത്തിയെന്ന് ചോദിച്ചതിന് എന്താണ് ഒരു പാമ്പ് പറയുന്നുണ്ട്. പാമ്പൊക്കെ സംസാരിക്കും, മനസ്സിലാവുകയും ചെയ്യും. അത് പറയുന്നത് ഇപ്പോൾ ഇത് തിന്നാൽ അങ്ങനെയാവും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? അപ്പോൾ ചിലപ്പോൾ ആദാം പറയും, പൂട്ടിപ്പെണ്ണെ അവൻ ചുമ്മാ ദൈവം പറഞ്ഞില്ലേ തിന്നരുതെന്ന്, പിന്നെ എന്തിനാ? അവർ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായേനെ. അതുണ്ടായില്ല. അവ ആരോടും ചോദിക്കാതെ, അങ്ങയുടെ തലയിൽ ബുദ്ധിയുണ്ടെങ്കിൽ എൻ്റെ തലയിൽ ബുദ്ധിയുണ്ട്, ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു തീരുമാനം ഏകപക്ഷീയമായി അങ്ങ് എടുത്തു. അതുകൊണ്ടാണ് എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പറയുക ഭാര്യാഭർത്താക്കന്മാരോട് പറയുന്നത്. അതുകൊണ്ട് എന്നാൽ രണ്ടാമത്തെ അമ്മ ആരാ? രണ്ടാമത്തെ അമ്മ പോയി, മാറിയിരുന്നപ്പോഴേ പോയി, കന്യകമറിയാം. ആദ്യത്തെ അമ്മ ഹവ്വയാണെങ്കിൽ രണ്ടാമത്തെ അമ്മ കന്യകമറിയാം അമ്മയാണ്. അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് നോക്കി. മാലാഖ വന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിക്കും, നീ കന്യകയാണ്, വെർജിൻ. എപ്പോൾ മറിയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ പ്രീഫിക്സ് ചേർക്കുന്നതാണ് കന്യക മറിയാം. അത് പറയണം, കാരണം എന്നും കന്യകയായതുകൊണ്ട് എപ്പോഴും കന്യക മറിയാമെന്ന് തന്നെ പറയണം, വെർജിൻ മേരി. അപ്പം മാലാഖ പ്രമുഖൻ വന്നിട്ട് മറിയാമിൻ്റെ അടുത്ത് വന്ന മാലാഖയുടെ പേരെന്തുമായിരുന്നു? ഗബ്രിയേൽ മാലാഖ. അദ്ദേഹം ഒരു ലീഡറാണെന്നാണ് ബൈബിൾ, മാലാഖമാരുടെ ലീഡർ. ഗബ്രിയേൽ തൻ്റെ അർത്ഥം അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇല്ല, എല്ലാവരുടെയും തല കുലുക്കുന്നുണ്ട്. അപ്പം ഇല്ലെന്ന അതിൻ്റെ അർത്ഥം. ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ ദ മാൻ ഓഫ് ഗാഡ്. ഇനി മറക്കരുത്, മാൻ ഓഫ് ഗാഡ്. ലാസറസ്
കർത്താവ് ഉയർപ്പിച്ച ഒരാളുണ്ടല്ലോ, ലാസറസ് എന്ന് പറഞ്ഞാൽ ഗോഡ് വിൽ ഹെൽപ്പ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, പഠിച്ചോണം. ഗോഡ് വിൽ ഹെൽപ്പ്, ദൈവം സഹായിക്കും. അതാണ് ലാസർ എന്നുള്ള പേരിൻ്റെ അർത്ഥം. ഇപ്പം ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആൾപ്പേര് എന്ന അർത്ഥം. ഈ മാലാഖ വന്നിങ്ങനെ ആരും കേൾക്കാത്തൊരു ഭയങ്കര കാര്യമെന്ന് മറിയാമിനോട് പറഞ്ഞു. അപ്പം മറിയാം എന്തെങ്കിലും സംസാരിച്ചു? ചുമ്മാ നിൽക്കുകയല്ലായിരുന്നു. ഹവ്വായെ പോലെ കിട്ടിയ കേട്ടപ്പോഴേ പോയി പറിച്ച് തിന്നുകയല്ല ചെയ്ത്, ഇതവിടെ നിന്നു. ഇത് സംഭവിക്കാൻ പാടില്ല മാലാഖ പ്രമുഖ, അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടു, പക്ഷേ ഇത് സംഭവ്യമല്ല. കാരണം എന്താ? കന്യകയാ, അവിവാഹിതയായതുകൊണ്ട് നോ. അപ്പം അവർ തമ്മിൽ ഒരു സംവാദം നടന്നു, ഡിസ്കഷൻ. ആദ്യത്തേതിൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരു ചർച്ചയും നടന്നില്ല. ഇവിടെ മാലാഖയും മറിയായുമായിട്ട് സംസാരിച്ചു. ഇതിങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പെൺകുട്ടി ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഹൗ ക്യാൻ ദിസ് ഹാപ്പൻ? നോ, ദിസ് കനോട്ട് ഹാപ്പൻ. ഇന്ന് ആധുനിക ലോകത്ത് മനുഷ്യൻ മറന്നു പോകുന്നതും മറന്നു കഴിഞ്ഞിരിക്കുന്നതുമായ ഒരു സത്യമാണ് ഈ പറഞ്ഞത്. കാരണം ഇന്ന് ലിവിങ് ടുഗദർ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഡേറ്റിംഗ് എന്ന് പറയുന്ന അർത്ഥം അറിയാതെ നമുക്ക് ഡേറ്റ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഡേറ്റിംഗ് പടിഞ്ഞാറ് കിഴക്കോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഓസ്ട്രേലിയ ആയതുകൊണ്ട് മെൽബൺ സെൻറ്റ് മേരീസ് പള്ളിയിൽ പോയി. അവിടുത്തെ അച്ഛൻ പറയുകയായിരുന്നു, ഈ പിള്ളേരെല്ലാം അച്ഛൻ ഈ ഡേറ്റിങ്ങിന് എന്നാ കുഴപ്പം, എന്തോ പറയണമെന്ന് അച്ഛനും അറിയാൻ പറ്റും. അതെന്താണ്? ഇത് പാശ്ചാത്യ സംസ്കാരത്തിൽ ഉണ്ടായ ഒരു സംഭവമായി ഇത്. അതെന്താണെന്ന് പോലും നമുക്കറിയാം. ചന്ദനപ്പള്ളിയിൽ ചെമ്പെടുപ്പുണ്ട്. അവിടെ തൊടുന്നിടത്തെല്ലാം ചെമ്പെടുപ്പാണ്. എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ മേല. ചന്ദനപ്പള്ളിയിൽ അതിനൊരു പശ്ചാത്തലമുണ്ട്, ചരിത്രപരവും സാംസ്കാരികമായ ഒരു പശ്ചാത്തലം ചന്ദനപ്പള്ളിയിലുണ്ട്. ഒരു കഥയുണ്ട്, അത് വേറെടുത്തില്ല. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞു ചെയ്താൽ നല്ലത്. ഇപ്പം മറിയാം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കാനാണ്? അതാ ഞാൻ പറഞ്ഞത്, പടിഞ്ഞാറൻ സംസ്കാരത്തിലെ നല്ലതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കും. ഈ പിള്ളേരെ ടൈയൊക്കെ കെട്ടി ചൂട് കാലത്ത് കഴുത്തണക്കാൻ വയ്യാതെ സ്കൂളിൽ വിടുന്ന എന്താ? അവിടെ അങ്ങനെ, ഇവിടെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. അനുകരണമാണല്ലോ. നല്ലത് അനുകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം കിട്ടിയാൽ താങ്ക് യു എന്ന് പറയാൻ സ്വഭാവം മലയാളിക്കുണ്ടോ? ചുരുക്കമാണ്. സായിപ്പത് ഇംഗ്ലീഷ് പിടിച്ച് പിള്ളേരെന്നെ വിളിച്ചാലും താങ്ക് യു എന്ന് പറയും. നമ്മളതിനെ തല വിളിക്കഴിച്ചു പോകും. നല്ലത് സ്വീകരിക്കണം, നല്ലതല്ലാത്തത് സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോൾ സായിപ്പ് വല്ലതുമൊക്കെ ഈ ട്രംപിൻ്റെ കൂട്ട് വല്ലതുമൊക്കെ പറയുമ്പം അത് നമുക്കിങ്ങോട്ട് അതുപോലെ വിഴുങ്ങേണ്ട ഒരാവശ്യമില്ല. മറിയാം ഒരു വലിയ മാതൃകയാണ് മനുഷ്യ ചരിത്രത്തിൽ തന്നെ. എല്ലാ അധാർമികതയെയും അശുദ്ധിയെയും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ടീനേജ് ഗേൾ, അതാണ് സെയിൻറ്റ് മേരി. ഇന്ന് ഓർത്തുകൊള്ളൂ, ആധുനിക കാലത്ത് എന്ത് വയസ്സ് സെയിൻറ്റ് മേരി എന്നുള്ളതിൻ്റെ പ്രസക്തി. അല്ലാതെ പെരുന്നാൾ കെട്ടുപോകുമ്പോഴൊക്കെ ഇങ്ങനെ നടക്കും, നമുക്കറിയാമല്ലോ എന്തിനാണ്. വാദ്യഘോഷമുണ്ട്, അതിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വാദ്യഘോഷം കേരള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് പലതും നസ്രാണികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം മറിയാം ഉയർത്തുന്ന ചോദ്യം 2025 പ്രസക്തമല്ലേ എന്ന് ചിന്തിച്ച് നോക്കണം. ഈ അധർമ്മം നടക്കാൻ പാടില്ല. നമ്മുടെ കുടുംബം അഴിഞ്ഞു പോകും, ചരിത്രമില്ലാതാകും, സംസ്കാരം ശൂന്യമായി തീരും. അതാണ് 2000 വർഷം മുമ്പ് ഒരു പെൺകുട്ടി സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖയോട് ചോദിക്കുന്നത്, അങ്ങ് പറഞ്ഞതൊക്കെ ശരി, ഞാൻ കേട്ടു, പക്ഷേ ഇത് സംഭവിക്കാൻ പാടില്ല. അവിവാഹിതയായ ഒരു പെൺകുട്ടി മകനെ പ്രസവിക്കാൻ പാടില്ല. പ്രസവിച്ചാൽ എന്നാ കുറ്റമെന്നാണ് ഇന്ന് ചോദിക്കുന്നത്. മറിയാൻ പറഞ്ഞു നോ. നമ്മളൊക്കെ ധൈര്യമുള്ള ആളുകളാണെന്നല്ലേ പറയുന്നത്. ആർക്കാണ് ധൈര്യം? നമുക്കോ കന്യമറിയാം അമ്മയ്ക്കോ? അമ്മ സധൈര്യം മാലാഖയെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക. ആ മാലാഖയെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഹൗ ക്യാൻ ദിസ് ഹാപ്പൻ? ഇതിന്ന് നമ്മൾ പഠിക്കണം. 21-ാം നൂറ്റാണ്ടിൽ ഇത് പഠിക്കണം.
സകല അധർമ്മങ്ങളുടെ മുമ്പിൽ കുനിയാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഗതികേട്. ഗതിയുമുണ്ട്, വിഗതിയുമുണ്ട്. അധർമ്മത്തിന് മുമ്പിൽ യേശു പറയാൻ വേണ്ടിയിട്ടല്ല, നോ പറയേണ്ടടുത്ത് നോ എന്ന് പറയാനും, യേശു പറയേണ്ടടുത്ത് യേശു പറയാൻ പഠിച്ചില്ലേ വിഡ്ഢികളാണ് നമ്മൾ. ഹവ്വ പരാജയപ്പെട്ടത് എങ്ങനെ, എന്തുകൊണ്ടെന്ന് ചിന്തിച്ചു. മറിയാം എന്തുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് പുകഴ്ത്തുന്നത്? രണ്ടും അമ്മമാരാണ്. എന്തുണ്ടായി? ആദ്യത്തെ ഈ കൽപ്പന ലംഘനം, അനുസരണക്കേട് കാണിച്ച അമ്മയുടെ ആദ്യത്തെ സന്തതിയുടെ പേരെന്നാ? ഹവ്വായുടെ ആദാമിൻ്റെയും മൂത്ത സന്തതിയുടെ പേരെന്നാ? അവരോട് ചോദിക്കണം, അല്ലയോ? നമ്മളെങ്ങനെ അറിയുന്നത്? അന്ന് ഈ പുള്ളി ഇല്ലായിരുന്നു, അത് ശരിയാ, അതുകൊണ്ടായി അറിയാൻ വയ്യ. എന്തായിരുന്നു? ഇന്ന് പോയിട്ട് ബൈബിൾ ഒന്ന് തുറന്ന് നോക്കും, മിക്കവാറും നോക്കാൻ സാധ്യതയുണ്ട്. ആദാമിൻ്റെ ഹവ്വായുടെ മൂത്ത സന്തതിയുടെ പേരെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. അവർ ഭയങ്കര ചർച്ച നടക്കുക അവിടെ. അവർക്കും അറിയാൻ മേല. പുറകിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? കായീൻ, കേട്ടോ, ചെവി തുറന്ന് കേൾക്കാൻ. കായീൻ മൂത്ത സന്തതി കൊലയാളിയായി മാറി. ചിന്തിച്ചോ, അമ്മയുടെ വഴിതെറ്റൽ മൂത്ത സന്തതിയെ കൊലയാളിയാക്കി മാറ്റി. ചരിത്രമല്ലേ അത്? മറിയാമിൻ്റെ സന്തതി ലോകരക്ഷകനായി മാറി. നോക്കൂ, രണ്ടമ്മമാരും മക്കളും. കായീൻ സ്വന്തം സഹോദരനെ വെട്ടിക്കൊല്ലുന്ന ചരിത്രത്തിലെ ആദ്യത്തെ നിർണായകമായ നിലവിളിയോടുകൂടി സംഭവം ഇതാണ്. ജ്യേഷ്ഠൻ അനുജനെ വെട്ടിക്കൊല്ലുന്നു, അന്യരെയല്ല. അതിൻ്റെ പിന്നിൽ അന്വേഷിച്ചു പോയാൽ കാണാം ഒരമ്മയുടെ ദൈവകൽപ്പന ലംഘനം, അതിന് കൂട്ടുനിന്ന മണ്ടനായ ഭർത്താവും. പഴം കൊണ്ട ഭർത്താവിന് കൊടുത്തപ്പോൾ ഹവ്വ ചിന്തിച്ചാണ്, എൻ്റെ കാര്യമോ പോക്കായി, നീ അങ്ങനെ ജീവിക്കണ്ട, ഇതോടത്ത് നീയും ചത്തോ. അതൊരു ന്യായമല്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ അമ്മയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഒരമ്മയുടെ ബർത്ത്ഡേ, ജന്മനാൾ മക്കളെല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയായി 8-ാം തീയതി. പെരുന്നാളൊന്നും അല്ല, മാറാനായ അല്ല എന്നാണ് നമ്മുടെ പാരമ്പര്യം പറയുന്നത്. കർത്താവിനടുത്ത പെരുന്നാളല്ല. കാരണം ജന്മനാൾ ഒരാളിൻ്റെ മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ. ഏതാ? വലിയ ആഘോഷമായിട്ട് ബർത്ത്ഡേ നടത്തുമല്ല. ആരുടെയാ? യേശു ക്രിസ്തുവിൻ്റെ. അല്ലാതെ ഒന്നും നടത്താറില്ല. എന്നാൽ ദൈവമാതാവിൻ്റെ ജന്മനാളെന്ന് കലണ്ടറിൽ കാണാം, പക്ഷേ അതൊരാഘോഷമല്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോലും ചോദിച്ചു, ജന്മനാളിനാണോ പ്രാധാന്യം, മരിക്കുന്ന നാളിനാണോ പ്രാധാന്യം? ഇവിടെ ഇങ്ങനെ പോലും പറഞ്ഞു പോയാൽ പോരാ, ഞങ്ങളോട് എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ ജനിച്ച ദിവസത്തിനാണോ പ്രാധാന്യം, മരിക്കുന്ന ദിവസത്തിനാണോ? മരിച്ചു നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ, അല്ലേ? ജനിച്ച് വീഴുമ്പോൾ കുട്ടി കരയും, വളർന്ന് മരിച്ചു കഴിയുമ്പോൾ കൂടെ നിൽക്കുന്നവർ കരയും. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ബൈബിൾ പറയുന്നു, ജന്മനാളിനേക്കാൾ വിശിഷ്ടമായത് മരണനാളാണ്. മരിക്കുന്ന ആളിനും മരിക്കുന്നത് കാണുന്നവർക്കൊരു പാഠം കിട്ടും. ഞാനും ഈ വഴി തന്നെ പോകും. അപ്പം ഡെത്ത് ആണ് ബർത്തിനേക്കാൾ പ്രാധാന്യം. നമ്മൾ തിരിച്ചാ ചിന്തിച്ചു വെച്ചിരിക്കുന്നു. ഡെത്ത് ആഘോഷിക്കാറില്ല, ബർത്ത് ആഘോഷിക്കാറുണ്ട്. ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്തിനാ? കുറെ കൂടെ പ്രായമായി മരിക്കാറായിട്ടില്ലയോ എല്ലാർത്ഥം. പിന്നെ ബർത്ത്ഡേക്ക് എന്താ ഹാപ്പി ബർത്ത്ഡേ ചൊല്ലും. നിങ്ങളുടെ ഉറക്കെ ചൊല്ലും ഹാപ്പി ബർത്ത്ഡേ. കുറെ കൂടെ പ്രായം കൂടി മരിക്കാറായി പോകുന്നുള്ളത് എൻ്റെ അനുശോചനമായി പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ. മരിക്കുന്ന നാളിന് പ്രാധാന്യം വരാൻ കാര്യം എന്ത്? അമ്മ മരിച്ചു. അമ്മ മരിച്ചിട്ട് മകൻ അമ്മയെ ഇവിടെ അവശേഷിക്കാതെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല എന്നുള്ള സങ്കീർത്തനം നിറവേറിയ അമ്മയിലും അങ്ങനെ പുത്രൻ്റെ അടുത്തോട്ട് പോയി എന്നാണ് പാരമ്പര്യം, ബൈബിളിലില്ലെങ്കിൽ. അങ്ങനെ ഈ അമ്മയെക്കുറിച്ച് നമ്മൾ ഒത്തിരി കഴിഞ്ഞ 8 ദിവസവും നിങ്ങൾ പള്ളി വന്നിട്ടുണ്ടെങ്കിൽ കേട്ട് കാണുമായിരിക്കും ഞാനും വിചാരിക്കുന്നു. പിന്നെ അത് പുതിയ കാര്യമൊന്നും നമുക്കറിയാവുന്നേ. എന്നാൽ ഇന്ന് പഴയ നിയമം വായിച്ചപ്പോഴും വടക്ക് വശത്തെ
ലേഖനം വായിച്ചപ്പോൾ ഒരേ വിഷയമാണ് വായിച്ചത്. ശ്രദ്ധിച്ചായിരുന്നോ? ഓ, എവിടെ കേൾക്കാനോ? പഴയ ദൈവം വായിച്ചതും വടക്കുവശ സ്ലീഹ ആരാണ്ട് വായിച്ചതും ഒരേ തീമായിരുന്നു. എന്തായിരുന്നു ഓർത്ത് വന്നോ? നിങ്ങൾ പറഞ്ഞില്ലേ പുറകിലിരിക്കുന്നവർ പറയും നാണക്കേടാവും. ആർക്കും അറിയാൻ വയ്യ. മോശയുടെ കാര്യമില്ലയോ വായിച്ചത്? മോശ മരുഭൂമി കൂടെ നടക്കുമ്പോൾ തീ എരിയുന്നത് കണ്ടു. അതാ നമ്മുടെ മാർഗങ്ങളിൽ പറഞ്ഞ ഉൾപ്പെടർപ്പെരിഞ്ഞിടാതെ കത്തുന്ന തീജ്വാല കണ്ടു എന്നൊക്കെ ചൊല്ലുന്നത്. തീ കത്തുന്നത് കണ്ട് മോശക്ക് അത്ഭുതമായി. മരുഭൂമിയിൽ തീ കത്തുന്നത്, പക്ഷെ അത് ചാമ്പലായി പോകുന്നില്ല. അതാ അത്ഭുതം. തീ കത്തുന്നതിന് അത്ഭുതമൊന്നുമില്ല. കത്തിക്കൊണ്ടിരുന്ന ഉൾപ്പെടർപ്പ് ചാരമാകുന്നില്ല എന്നുള്ളത് അത്ഭുതമാണ്. അപ്പോൾ അടുത്ത് നോക്കാതെ പറഞ്ഞോട്ട് വന്നേക്കരുത്, ഇവർ നിർദ്ദേശിച്ചാൽ മതി. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നു. കാലിലെ ചെരിപ്പഴിച്ച് കളയുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് എനിക്കും അറിയാം. കാലിലെ ചെരിപ്പഴിച്ച് കളയാൻ പറഞ്ഞത് വിശുദ്ധ സ്ഥലമായതുകൊണ്ടും ഭൂമിയെ തൊട്ട് നിൽക്കണമെന്നും ഒക്കെ ആയിരിക്കാം. ഇപ്പം മോശ കണ്ട അത്ഭുതം, ആദ്യത്തെ അത്ഭുതം മോശ ചെയ്യുകയല്ല, കാണുകയാണ് ചെയ്തത്. എരിയുന്ന അഗ്നി അത് ചാമ്പലാകാതെ ഇരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അഗ്നിക്കകത്തു നിന്നൊരു ശബ്ദം വന്നു. മോസസ് മോസസ്, മോശേ മോശേ എന്ന് വിളിച്ചു. അപ്പം മോശയ്ക്ക് അത്ഭുതം കൂടി. തീ ചാമ്പലാന്ന് മാത്രമല്ല, ഈ തീ സംസാരിക്കുകയും ചെയ്യും. മോശേ മോശേ എന്ന് വിളിക്കും. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചെടുത്തോണം. വായിക്കുന്ന ദുശീലം ഉണ്ടെങ്കിൽ വായിച്ചെടുത്തോണം. അപ്പം ഞാൻ സാധാരണ ചോദിക്കും, മോശ കണ്ട ഈ അഗ്നി പിന്നെ എങ്ങോട്ട് പോയി? മോശയും പോയി, അഗ്നിയും പോയി. അഗ്നി എങ്ങോട്ട് പോയി? സ്വർഗത്തിൽ പോയി. മോശയെ കൈ കെട്ടിയിരുന്നേ ചോദിക്കാറില്ലയോ? ഈ അഗ്നി എങ്ങോട്ട് പോയി? മോശയുടെ ഉള്ളിലായി അഗ്നി. കന്യാമറിയാവിൻ്റെ ഓർമ്മയ്ക്ക് വായിക്കുന്ന ഒരു ഭാഗമാണിന്ന്. മോശ കണ്ട എരിയുന്ന മുൾപ്പടർപ്പെരിയുന്നത് കണ്ടു. എന്തായിരിക്കും ഇത് തമ്മിലുള്ള ബന്ധം? കന്യകമറിയാം ഉള്ളിൽ അഗ്നിയെ വഹിച്ചയാളാണ്. അഗ്നിയായവനെ ഉള്ളിൽ വഹിച്ചത് കൊണ്ട്, അതായിരുന്നു വായിക്കുന്ന ഇത്. അഗ്നിയായവനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടന്ന് മറിയാം പ്രസവിച്ച് വളർത്തി വീട്ടിൽ 33 വർഷം കൂടെ താമസിച്ചത്. കണ്ട മനുഷ്യനെ പോയിരിക്കും, പക്ഷേ ദൈവം അത് മറിയാവിനറിയാം. അതൊരു വല്ലാത്ത ഏർപ്പാടാണ്. നമ്മൾ 2025 തിരിഞ്ഞ് നോക്കിയാൽ വീട്ടിലെ അമ്മയ്ക്ക് യോസേപ്പിന് അത്രയും അറിയാൻ മേൽ, മറിയാവിനറിയാം. ഈ വളർന്നു വരുന്ന ഈ ആള്, മാലാഖ പറഞ്ഞ ഇവൻ ദൈവമാണ്, ദൈവവും മനുഷ്യനുമാണ്. അപ്പം അമ്മയ്ക്ക് എന്താ ചെയ്യണമെന്ന് അറിയാൻ മേല. അമ്മയ്ക്ക് ദൈവമായിട്ട് സ്വീകരിക്കണം, മനുഷ്യനായിട്ട് സ്വീകരിക്കണം, രണ്ടും കൂടാ ഒരാൾ. അപ്പം അമ്മ വളർത്തുകയും കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും വളർന്നു വരുന്നത് കാണുകയും ഒക്കെ ചെയ്ത 30 വർഷം വീട്ടിൽ താമസിച്ച് പിന്നെ അങ്ങ് പോയി. അമ്മയൊന്നും പറഞ്ഞില്ല, വീട്ടങ്ങ് പോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വാനപ്പുറത്ത് സന്യാസിയായിട്ട് പോയി. അപ്പോൾ ഈ അമ്മയുടെ നില ചിന്തിച്ച് നോക്കിക്കേ. പിന്നെ അമ്മയെ കാണുന്നത് എവിടാ? പലയിടത്തും ചെറുതായിട്ട് കാണുന്ന അവസാനം കുരിശിൻ്റെ വീട്ടിലാണ് അമ്മ പോയിരിക്കുന്നത്. പണ്ടൊരു വല്യപ്പച്ചൻ പറഞ്ഞായിരുന്നു, നിന്റെ ഹൃദയത്തിൽ കൂടെ വാള് കടക്കും. അത് അന്ന് നിവർത്തിതമായി. എന്നാ മകൻ കുരിശെ കടക്കുന്ന കണ്ടപ്പോൾ അമ്മയുടെ ഹൃദയത്തിലൂടെ വാള് കടന്നു. ആ രംഗം കാണാനുള്ള ഭാഗ്യമോ ദൗർഭാഗ്യമോ അമ്മയ്ക്കുണ്ടായി. അപ്പം അമ്മയെ ഇത്രയധികം നമ്മൾ ആദരിക്കാൻ കാരണം നമുക്ക് വേണ്ടി ഒരു വലിയ ദൗത്യം ചെയ്ത ആളാണ് ഈ അമ്മ. എന്താണ്? ദൈവപുത്രനെ ഇങ്ങനെ കർത്താവിൻ്റെ അടിമയാണേ എന്ന് പറഞ്ഞ് സ്വീകരിച്ചതാണ് അമ്മയുടെ ഏറ്റവും വലിയ ഗ്രാജുവേഷൻ, യോഗ്യത. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഭാഗ്യവതി, പറയാവേദി ഭാഗ്യവതി എന്നൊക്കെ ചൊല്ലാൻ കാരണം എന്നതായി ഭാഗ്യം എന്ന് വെച്ചാൽ ഭാഗ്യക്കുറി കടിക്കുന്നതാണ്. ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഓ, മഹാഭാഗ്യവാനായി. ഇപ്പോൾ നല്ല ബിസിനസ്സൊക്കെ പോയി ഗൾഫിലൊക്കെ ജോലി ചെയ്ത് ആൾ ഭാഗ്യവാനാ. നാട്ടിൽ തെക്കോട്ട് പഴക്കോട്ട് നടന്നത് ഇപ്പാട് വലിയ ആളായിട്ട് തീർന്നു. ഭാഗ്യവാൻ എന്ന് പറയും. ഇപ്പം എന്തായി ഭാഗ്യം?
ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം, എനിക്കും അറിയാൻ കഴിയും. മാർത്തായുടെയും മറിയാമിൻ്റെയും കഥയിൽ യേശു ക്രിസ്തു പറയുന്നു, മറിയാം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ഭാഗ്യത്തിൻ്റെ ഒരർത്ഥം ഇതാ, പലതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്ന സ്വാതന്ത്ര്യമാണ് ഭാഗ്യം. നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതാണ് ഭാഗ്യം. അങ്ങനെ മറിയാം നല്ലത് റിസ്ക് ഉണ്ടെന്നറിയാം, ഭയങ്കര റിസ്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചൂസ് ചെയ്തു, നല്ലത് ചൂസ് ചെയ്തു. റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവരെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും നടക്കും? ചിന്തിച്ച് നോക്കിക്കേ. ചുമ്മാ കൈ കെട്ടി കരക്ക് കയറിയിരുന്നാൽ എങ്ങനെ ഇരിക്കും? വെള്ളത്തിൽ ചാടിയെങ്കിലും നീന്തി പിടിക്കാനൊക്കെ. റിസ്ക് എടുക്കാമെങ്കിൽ നിങ്ങൾ വളരെ അറിയാമാണ്. ഏറ്റവും മനുഷ്യരുടെ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത ആളാണ് സെയിൻറ്റ് മേരി. കാരണം ഇത് മരണം വരുത്തും, കല്ലെറിഞ്ഞ് കൊല്ലും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറയണമെങ്കിൽ അസാധാരണമായ ധൈര്യം ഉണ്ടായിരിക്കണം. അതുള്ളത് കൊണ്ട് അമ്മയെ നമ്മൾ ആദരിക്കുന്നു. ആ ധൈര്യം ഞങ്ങൾക്ക് ഇല്ലല്ലോ. ഞങ്ങൾക്ക് അമ്മയെ ആദരിക്കുന്നതിൻ്റെ, അമ്മയുടെ പ്രാർത്ഥന ചോദിക്കുന്നതിൻ്റെ മക്കൾക്കുള്ള അവകാശമാണ്. അമ്മയുടെ അടുത്ത് ഇരുന്ന് സങ്കടം പറയാനും, എനിക്ക് അത് തരണം, കാശ് തരണേ, അപ്പനോട് ചോദിക്കാൻ പേടിയാവേണ്ട, അമ്മ തരണേ എന്നൊക്കെ പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറയണം. അമ്മ ചിലപ്പോൾ ചെവിക്ക് പിടിക്കും, എന്നയാളെ കുരുത്തക്കേട് കാണിച്ചത് ചെവിക്ക് പിടിക്കും, പിടിച്ചോട്ടെ, അത് വേണം നമുക്ക്. അമ്മയുടെ ശകാരം കേൾക്കുന്നത് അനുഗ്രഹമാണ്. മനസ്സിലായോ? അമ്മയുടെ ശകാരം, രണ്ട് അടി കിട്ടുന്നത് അനുഗ്രഹമാണ്. പരിമളത്തിരിവയുടെ അടി കൊള്ളാമെന്ന് വിചാരിച്ച് ആളുകൾ പോയി നിൽക്കും. കുറിച്ചി ബാബ കുറുവാലയിൽ കിടക്കി ദേഷ്യം വരുന്ന കുരിച്ചെടുത്ത് കുത്തുകയും അടിക്കുകയൊക്കെ ചെയ്യും. അതൊന്ന് കിട്ടും ആൾക്കാർ നിൽക്കുന്ന പുറകിൽ. അത് അനുഗ്രഹമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പരിമളത്തിരുമേനയുടെ വിയർപ്പിന് സുഗന്ധമായിരുന്നു എന്ന് ശിഷ്യനായ കുറിച്ചി ബാബ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഗുരുവിൻ്റെ വിയർപ്പിന് അദ്ദേഹം കുപ്പായം മാറ്റിയിട്ട് അതിന് നല്ല മണമാണെന്നാണ് പറയുന്നത്. അതാണ് ശിഷ്യൻ്റെ സാക്ഷ്യം. അപ്പം അമ്മ ശകാരിച്ചാൽ അനുഗ്രഹം, അത് സ്വീകരിക്കണം. അമ്മ പറയുന്നത് കേൾക്കണം. ചുമ്മാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മരണസമയത്തും പ്രാർത്ഥിക്കണമേ, കൃപ നിറഞ്ഞ പറയുന്ന സമാധാനം, ഓക്കെ. പക്ഷേ അമ്മ പറയുന്നത് കേൾക്കണമല്ലോ, എന്നാലേ മക്കളാകുകയുള്ളൂ. അമ്മയുടെ ആജ്ഞ തിരസ്കരിക്കുന്നവർ മക്കളായിരിക്കുകയില്ല, അവർ കലഹക്കാരും കൊലയാളികളുമായിരിക്കും. നമ്മൾ സ്കൂളിൽ പോയി പഠിച്ചിരിക്കുന്ന ഭാരതം എൻ്റെ മാതാവാ രാജ്യമാണ്, അമ്മയാണെന്നായി പറയുന്നത്. സഭ നമുക്ക് അമ്മയാണ്, ഇടവക നമുക്കൊരു രീതിയിൽ അമ്മയാണ്. അമ്മ കന്യമറിയാം എല്ലാവർക്കും അമ്മയാണ്. അമ്മയുടെ പാദം തൊട്ട് വണങ്ങണം. ഇത് നമ്മുടെ കടമയാണ്. അമ്മയുടെ പാദം തൊട്ട് നെറ്റിയിൽ വെക്കുക എന്ന് പറയുന്നത് ഭാരതീയമായ ഒരു ആചാരമാണ്, അനുഗ്രഹമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പാദത്തിലെ ധൂളി പൊടി നെറ്റിയിൽ കൊണ്ട് വെക്കുന്നത് അനുഗ്രഹമാണെന്നാണ് ഭാരതീയരുടെ വിശ്വാസം. അതാണ് പാദം തൊട്ട് വണങ്ങുന്നത്. അപ്പോൾ അമ്മയുടെ പാദം തൊട്ട് വണങ്ങിയിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അമ്മയോട് ചോദിക്കണം. അമ്മ പറഞ്ഞു തരും, ഇന്ന പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അമ്മയുടെ ബർത്ത്ഡേ, ജന്മനാൾ നമുക്ക് കേവലം ആഘോഷമല്ല, അമ്മയുടെ അനുഗ്രഹം തേടിയുള്ള ഒരു യാത്രയാണെന്ന് ചിന്തിച്ചുകൊള്ളൂ. ആ യാത്രയുടെ അമ്മയുടെ ദർശനം ഉണ്ടായി, ആശീർവാദം, മാം കീ ആശീർവാദ്. ചില നടക്കുമെന്ന് ലോറിയുടെ പുറകെ എഴുതിയത് മാങ്കി ആശീർവാദം, അമ്മയുടെ അനുഗ്രഹം എന്നതിൻ്റെ അർത്ഥം. ആ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾ പലരും ഔദ്യോഗികം അല്ലെങ്കിൽ 8 ദിവസം നോമ്പൊക്കെ നോക്കി വെച്ചിരിക്കുന്നവരാണെന്നറിയാം. അതിൻ്റെ എന്ന് നോമ്പ് വെക്കാലും അനുഗ്രഹം തരട്ടെ, അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ. നമ്മുടെ കുറ്റവും കുറവും ഒക്കെ ക്ഷമിക്കാൻ മോനോട് പറയണേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കും. മക്കളൊക്കെ വെളിയിലാണെ അപകടമൊന്നും വരാൻ സൂക്ഷിച്ചോണേ എന്ന് അമ്മയോട് പറയണം. അമ്മ ഇതെല്ലാം ക്ഷമയോടെ കേൾക്കുന്നയാൾ. കാരണം ഒന്നും പറയത്തില്ല, എല്ലാം മിണ്ടാതിരുന്ന് കേട്ടുകൊണ്ടിരിക്കും. അതാണ് ഈ അമ്മയുടെ പ്രത്യേകത. അത് നമുക്കെല്ലാം ഈ ദേശത്ത് ഈ വർഷം ഒന്ന് കൂടി വരാൻ ദൈവം നമ്മളെ അനുവദിച്ചു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8 ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഇല്ല, പലരും ഉണ്ട്. അത് ചിന്തിച്ചോ, അമ്മയുടെ പെരുന്നാളിൽ ഒരു പ്രാവശ്യം കൂടെ വന്ന് കൂടാനായ കളയായല്ലോ, അതിന് നന്ദി. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കാര്യം കൂടെ മകൻ്റെ അടുത്തൊന്ന് പറയണം.
എന്ന് ശുപാർശ ചെയ്യാൻ അമ്മയോട് പറയാൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു. വ്യക്തികളായും കുടുംബമായും പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യവും ആശീർവാദവും നമ്മളെല്ലാവരുടെ മേലും ഇടവകയുടെ മേലും ദേശത്തിന്മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.